നിയമസഭാ കയ്യാങ്കളിക്കിടെ വനിതാ എംഎൽഎമാരെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ എൽഡിഎഫിന് തിരിച്ചടി. യുഡിഎഫ് എംഎൽഎമാർക്കെതിരായ അവസാന കേസും ഹൈക്കോടതി റദ്ദാക്കി. മുൻ എംഎൽഎ എ.ടി. ജോർജിനെതിരെ എൽഡിഎഫ് എംഎൽഎമാർ നൽകിയ കേസാണ് ഇന്ന് ഹൈക്കോടതി റദ്ദാക്കിയത്. മോഹൻലാൽ ചിത്രം അതിമനോഹരത്തിന്റെ ചിത്രീകരണം നിലയ്ക്കലിൽ ആരംഭിച്ചു. റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലാണ് ചിത്രീകരണം. പെരിയാർ ടൈഗർ റിസർവിൽ ചിത്രീകരണത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തി അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്ന സീനാണ് ഇന്ന് ചിത്രീകരിച്ചത്. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയം. മലയാളികളായ പാലക്കാട് സ്വദേശി മുഹമ്മദ് അജ്മൽ വി, ബാഡ്മിന്റൺ താരമായ കണ്ണൂർ സ്വദേശിനി ട്രീസ ജോളി എന്നിവർ അർജുന പുരസ്കാരങ്ങൾ നേടി. നാടക സീരിയൽ രചയിതാവും സംവിധായകനുമായിരുന്ന പി.ടി. റഫീഖിന്റെ ഓർമ്മയിൽ രൂപവൽക്കരിച്ച നിലാവ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പുരസ്കാരത്തിന് നടനും സംവിധായകനുമായ ജോയ് മാത്യു അർഹനായി. 4 പതിറ്റാണ്ടിലേറെ നാടക സിനിമാ മേഖലയ്ക്ക് നൽകിയ സംഭാവന മാനിച്ചാണ് അവാർഡ് സമിതി ജോയ് മാത്യുവിനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.